ഞാൻ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ സെന്റ് ജൂഡ് ചർച്ച് കുറുമണ്ടൽ. പെരുന്നാൾ ഘോഷയാത്രയുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള കാഴ്ച ഇതാണ്. രൂപവും വിളക്കും ഒക്കെ ആയിട്ട് കുട്ടികൾ പോകുന്നുണ്ടോ. പണ്ടത്തെ നമ്മുടെ നാടൻ തനത് കാഴ്ചയാണ് ഈ ലൈറ്റ് ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു വാഴക്കുലതാണ്ട് ഇങ്ങനെ മതിലിൻ്റെ വണ്ടേ നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പെരുന്നാൾ കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സെന്റ് ജൂഡ് ദേവാലയം കുറുമണ്ടൽ അവിടുത്തെ കാഴ്ചകളാണ്. ഘോഷയാത്ര കടന്നു വരുന്ന വഴി കൂടിയൊക്കെ അമിട്ട് പൊട്ടിക്കുന്നു. കുറുമണ്ടൽ സെന്റ് ജൂഡ് ദേവാലയത്തിലെ വിശുദ്ധ യൂദാ തദ്ദേവൂസിന്റെ തിരുനാൾ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഏറെ പ്രത്യേകിച്ച് പ്രദക്ഷിണത്തിന്റെ ദിനമാണ്. ഭക്തിപൂർവ്വം എല്ലാ വിശ്വാസികളും പങ്കെടുക്കുകയും വിശുദ്ധന്റെ ശബ്ദത്തിലേക്ക് വരികയും ചെയ്യുന്ന ദിവസം കൂടിയാണ് ഇന്നെന്ന് പറയുന്നത്. എല്ലാ മതവിശ്വാസികളെയും കുറുമണ്ടൽ സെന്റ് ജൂഡ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പെരുന്നാൾ പൂരമാണ്. എല്ലാം ഒരുങ്ങി റെഡിയായി പള്ളിമേടയിൽ ഇരിക്കുവാണ്. അകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയും ചടങ്ങും ഒക്കെ കഴിഞ്ഞാൽ എഴുന്നള്ളത്ത് പുറപ്പെടുന്ന ടൈമാവും. എഴുന്നള്ളത്ത് പുറപ്പെട്ടാൽ പിന്നെ ഒരു ആഘോഷമാണ് ഇവിടെ. ഈ ഒരുപാട് ആൾക്കാർ എഴുന്നള്ളത്തിന് പിന്തുണച്ച് യാത്ര ചെയ്ത് വരുന്നുണ്ട്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ അതിഗംഭീരമാണ്. അത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ ഒരു സംഭവം കണ്ടില്ലേ, തീ കത്തിച്ച ഉടനെ പുകയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം കത്തിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇത് കത്തിക്കുന്ന ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ട്. ഇതിങ്ങനെ അടുക്കി നിരത്തി വെച്ചിരിക്കുക. ഈ ഒരു വിളക്ക് കണ്ടില്ലേ, ഇതിഞ്ഞ് തൂക്കി ഇതിന് പിറക്കെ പോകണം. യൂദാ തദ്ദേവൂസിന്റെ തിരുനാളിന്റെ അനുബന്ധിച്ചാണ് ഈ പ്രദക്ഷിണം നടക്കുന്നത്. അൽത്താര ബാലകര്, കുരിശുരൂപം, അതിനുശേഷം കുട്ടികൾ. അങ്ങനെ പള്ളിയിൽ നിന്നും എഴുന്നള്ളത്ത് പുറപ്പെടാനുള്ള സമയമായി. കണ്ടില്ലേ, എല്ലാം പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലുള്ളതൊക്കെ അങ്ങ് ഏറ്റവും ഫ്രണ്ടിലെത്തി. അപ്പം നമുക്കത് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ട് എനിക്ക് ഓടണം. കണ്ടില്ലേ, ഇതാ കുടയും പിടിച്ച് കുറേ കുട്ടികളിവിടെ നിൽപ്പുണ്ട്. അവരും ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഇതിനെ അനുനയിച്ച് നടക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഓടിയെത്തണതാ. അപ്പം ഞാൻ അടുത്ത ജംഗ്ഷനിൽ വെച്ച് ഒരു ഓടിച്ചിട്ട് പിടിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെത്തിയ എഴുന്നള്ളത്തിൻ്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ആ ഒരു സൈഡിൽ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ രൂപമില്ലാത്ത നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭക്ഷണം ഇവിടെ നിന്ന് വളഞ്ഞ് ആ ഒരു കയറ്റം കയറി നേരെ പോകുന്ന നമ്മുടെ പരവൂർ ജംഗ്ഷനിലേക്കാണ്. നമുക്ക് അവിടെ വെച്ചിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ വഴിവക്കിലൊക്കെ ആൾക്കാർ ഘോഷയാത്ര കാണാനായിട്ട് നിൽക്കുകയാണ്. പ്രദക്ഷിണം പോകുന്ന വഴിയിലൂടെ അത് നേർച്ചയും കാണിക്കളമൊക്കെ ആയിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഈ ഒരു പെരുന്നാൾ ഘോഷയാത്ര എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം നിങ്ങൾ ഫുൾ കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു രൂപം കണ്ടില്ലേ, ഈ ഒരു വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലകർ ഇവിടെ എത്താറായി. ചെണ്ടമേള ഇതിന് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ കുട്ടികൾ വരുന്നത്. അപ്പോൾ അതിന് പുറകിലോട്ടായിട്ട് ബാൻഡ് മേളവും ഫ്ലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ സെക്ഷൻ എത്തുമ്പം അടുത്ത സെക്ഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നല്ല നീളമുള്ള ഒരു ഘോഷയാത്രയാണ്. എത്ര പേരാണ് നോക്കിയേ ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അപ്പോൾ ഇത് മാത്രമായിട്ട് ഞാൻ കാണിച്ചാൽ അത് തന്നെ കുറേ നേരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ ഫാസ്റ്റാക്കി അടിച്ചു വിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഏറ്റവും ലാസ്റ്റാണ് ഫ്ലോട്ടുകൾ വരുന്നത്. ഫ്ലോട്ടുകൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അത് ഫ്ലോട്ടാണെന്ന് പറയത്തില്ല. ഇവിടുത്തെ ഫ്ലോട്ട് ആ ഒരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊണ്ടുവരികയാണെന്ന് തോന്നത്തേയില്ല. അപ്പം ഞാൻ കുറച്ച് മുകളിലോട്ട് വന്ന് ആ ഒരു വളഞ്ഞു വരുന്ന കണ്ടു വരുന്നത്. ആ ഒരു കാഴ്ചകളെ കാണിക്കാൻ വേണ്ടിയാണ് ഫ്ലോട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്. നല്ല കാഴ്ച, അടിപൊളി. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലെ പെരുന്നാളുകൾ ഇതേണ കാണും, എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അതൊക്കെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകാനും. ഒരുപാട് ഈ ഒരു യാത്രയെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്തുമാത്രം നീളമുണ്ടെന്ന് ഈ ഒരു ഘോഷയാത്ര. അവിടെ അമിട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൻ്റെ മണ്ടയിൽ വെച്ചാണ് അത് കത്തിക്കുന്നത് കേട്ടോ. പിന്നെ ബാൻഡ് മേളം അങ്ങ് മുകളിലേക്ക് പോയി. ഇവിടെ കുട്ടികൾ കണ്ടില്ലേ, നേർച്ച ഇതിലേക്ക് സ്വീകരിച്ചിട്ട് അവരൊരു പ്രസാദവും കൊടുക്കും. ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് കണ്ടില്ലേ, പമ്പൻ രീതിയിൽ കൊടുക്കുന്നത്. ഇത് കിലോ. പിന്നെ അവിടെ ഫ്ലോട്ടുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇട്ട് വളയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ. ബേക്കിലോട്ടൊക്കെ ഇറക്കി വളയ്ക്കുന്നതാണ് നല്ല രസമുണ്ട്. കാരണം ആൾക്കാർ അതിലോട്ടും നേർച്ചയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
വിളക്ക് എറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ നേർച്ച ഇടുന്നുണ്ട്. ഈ ഒരു വണ്ടിയാണെന്ന് ഒരു പറയുന്നില്ല. ഭാഗ്യമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രദക്ഷിണ ഘോഷയാത്ര ഷൂട്ട് ചെയ്യുന്നത്. ആ വണ്ടി കറക്റ്റായിട്ട് വളച്ചെടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ ഇതിൻ്റെ ഡ്രൈവറായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഏത് വണ്ടിയിലാണ് ഈ ഒരു ഫ്ലോട്ട് ഒരുക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അങ്ങനെ ഊഹിച്ചെടുക്കാൻ പോലും പറ്റില്ല ഏത് വണ്ടിക്കകത്താണ് ഇത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന്. കുട്ടികൾ കണ്ടില്ലേ, ഇവിടെ അവലോസ് കൂടിയാണ് കൊടുക്കുന്നത് പ്രസാദമായിട്ട് കാണിക്കെല്ലാം. നേരത്തെ അവലോസ് കൂടിയാ. ഒരുപാട് പേര് ഇത് വാങ്ങുന്നുണ്ട്. കുട്ടികളൊക്കെ ഒന്നുകൂടി ഒന്ന് കൈ നീട്ടുന്നതൊക്കെ കണ്ടില്ല. ഇതൊക്കെ കൗതുകം തോന്നി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതേണൊക്കെ എല്ലാവരും ഇവിടെ കുറേ പേര് ഇങ്ങനെ മതിലിൻ്റെ കൊണ്ടേ കയറിയിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം പ്രസാദം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെഞ്ചൂട് ദേവാലയത്തിലെ ഘോഷയാത്രയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അത് ഏതായാലും ഈ ഒരു വീഡിയോയുടെ ഷോർട്സും എല്ലാം കാണുന്ന ഒരു ഫുൾ വീഡിയോ കാണണം കേട്ടോ. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇനിയും ഘോഷയാത്രകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രൂപം കണ്ടോ, ഇതൊരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി. നല്ല ഒറിജിനാലിറ്റി ഈ ഒരു രൂപത്തിൽ കണ്ടില്ലേ, നല്ല രസമുണ്ട്. അങ്ങനെ എഴുന്നള്ളത്ത് നമ്മുടെ പരവൂർ ജംഗ്ഷനിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആ എഴുന്നള്ളത്ത് അവിടെ നിന്ന് തുടങ്ങിയപ്പം തൊട്ട് എത്ര പേരുണ്ടോ അത്രയും പേര് ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് വെച്ചൊന്നും ആരും തിരിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. അതാണ് ഈ ഒരു പ്രദർശനത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും ഇതാണ് കാഴ്ച കണ്ടില്ലേ. ഇവിടെ നമുക്ക് പരവൂര് ട്രൂ വിഷൻ പരവൂർ ടീമിൻ്റെ ജ്യൂസ് കൊടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ പബ്ലിക് ഫ്രിഡ്ജ് എന്നും പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ ഈ വിശക്കുന്നവർക്ക് അതിൻ്റെ അകത്ത് എപ്പോഴും ആഹാരം കാണും. ഇപ്പോൾ ഒരുപാട് വർഷമായി ഇവർ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവർക്ക് വിശപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു പബ്ലിക് ഫ്രിഡ്ജ് തുറന്ന് അതിൻ്റെ അകത്ത് ആഹാരം ആ ഒരു ഭാഗത്ത് പബ്ലിക് ഫ്രിഡ്ജ് എന്ന് എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പരവൂരത്തെ കുറുമണ്ടൽ സെഞ്ചൂട് ചർച്ചിലെ പെരുന്നാൾ വിശേഷങ്ങൾ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് ഇവിടെയുള്ളവർ സെഞ്ചൂട് ചർച്ചിനെ പറയാറുള്ളത്. ഏതായാലും ഇവിടുത്തെ പെരുന്നാൾ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് ഒരുപാട് കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലേ, എഴുന്നള്ളത്ത് നല്ല രീതിക്ക് വളഞ്ഞ് ആ ഒരു പരവൂർ ജംഗ്ഷൻ റൗണ്ട് ബോട്ടം കഴിഞ്ഞിങ്ങനെ വരുവാണ്. കണ്ടില്ലേ എത്ര പേരെന്ന് മെഴുകിരിയൊക്കെ കത്തിച്ച് അതിൻ്റെ കൂടെ ഉള്ളത്. എല്ലാവരും വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ കൂടുതൽ പേരും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാത്തവർ ഫുള്ള് കാണണം കേട്ടോ. ഈ ഷോർട്സൊക്കെ കണ്ടിട്ട് വരുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് കാഴ്ചകൾ ഇതിൽ നിന്നും കാണാനുണ്ട്. ഇതോടുകൂടി ടാറ്റ. അങ്ങനെ നമ്മുടെ സെഞ്ചൂട് ചർച്ചിലെ പെരുന്നാൾ ആഘോഷങ്ങളെല്ലാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു പെരുന്നാളിൻ്റെ കാഴ്ച നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ പരവൂരുള്ള സെഞ്ചൂട് ചർച്ച് കുറുമണ്ടൽ. നല്ല അടിപൊളി ഘോഷയാത്രയായിരുന്നു. ഗംഭീര ഘോഷയാത്ര അടിപൊളിയായിട്ട് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു കാണാൻ. ആ ഫ്ലോട്ടിംഗ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പരവൂരത്തെ നാട്ടുകാരെല്ലാം ഇതിനോട് നല്ല രീതിക്ക് സഹകരിച്ചില്ലേ. നമ്മുടെ ട്രൂ വിഷൻ പരവൂരൊരു വികാരം അവർ വന്നവർക്കെല്ലാം വെള്ളവും ജ്യൂസൊക്കെ കൊടുത്തു. കുടിക്കാനെല്ലാം വളരെ നല്ലൊരു കാഴ്ചകളാണ്. അത് നമ്മുടെ പരവൂര് അല്ലേ എടുത്തു പറയുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഏതായാലും അടുത്ത കിടക്കാച്ചി കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സുകേഷ് കുമാരൻ സൈനിങ് ഓഫ് ജോ ബ്ലോഗ്സ് ഫ്രോം ജോർജ്. ടാറ്റ.